ഇതുവരെയും ദൈവസന്നിധിയിൽ ആയിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം സൺഡേ ആരാധനയിൽ പ്രിയ കർത്താവിൻ്റെ ദാസനും നമ്മോടൊപ്പം ഇന്ന് ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അത്ഭുതകരമായി തന്റെ ദാസനെ വിട്ടുവെച്ചു. ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് ഈ പകൽക്കാലം നമ്മുടെ മധ്യേ കൂട്ടി വരുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ തീർച്ചയായും നമ്മുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കടന്നു വന്ന ആ സമയം മുതൽ ഇതുവരെയും ഒരുമിച്ച് സഹകരിപ്പാൻ, പ്രവർത്തിപ്പാൻ, ശുശ്രൂഷിപ്പാൻ സഭയ്ക്ക് കർത്താവിന്റെ ദാസൻ പ്രത്യേക പ്രാർത്ഥനയിൽ വളരെ പോരാടിക്കൊണ്ട് ഇരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് ദാസനെ ദൈവം പിന്നെയും ശക്തീകരിക്കുവാനായിട്ട് ദൈവമക്കള് പിന്നെയും പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ ദൈവത്തിന് സ്തോത്രം അല്പസമയം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. തന്റെ സാക്ഷ്യവും അനുഭവങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് പകൽക്കാലം കേൾക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവത്തിന് പണ്ട് പ്രസംഗിക്കുന്ന പോലെ പെട്ടെന്ന് അത്രയും ചാടിയൊന്നും ഇന്ന് പ്രസംഗിക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയൊന്നും ചാടണ്ട, പതുക്കെ നിന്ന് പ്രസംഗിച്ചാൽ മതി, സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവം ആത്മാവിൽ ബലപ്പെടുത്തുവാൻ ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ആരോഗ്യസ്ഥിതി ഒക്കെ ഒന്നും കൂടെ മെച്ചപ്പെട്ട് വരുവാനായിട്ട് ദൈവമക്കൾ വളരെ പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ വർഗീസ് തോമസ്. അഴിയതിൽ അലഞ്ഞിടുമ്പോൾ അഴിയതിൽ ഓളങ്ങള അലഞ്ഞിടുമ്പോൾ എൻ്റെ പ്രിയ യേശുവേ ചേർന്നിടുമേ പാവനമതിൽ എൻ്റെ പ്രിയ യേശുണ്ട് ചേർന്നിടുമേ പാവനമതിൽ തിരുകരത്താ വാഹിച്ചു എന്നെ തിരുഹിതമ്പോ നടത്തണമേ കുശാവങ്കയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശാവങ്കയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ കർത്താവിന്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവിനെ മഹത്വം അർപ്പിക്കുന്നു. യെശയ്യാപ്രവചനം 62-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒരു ധ്യാനം, ദൈവവചന ധ്യാനത്തിനായി യെശയ്യാപ്രവചനം 62-ാം അധ്യായം നമുക്ക് ചിന്തിക്കാം. 1-ാം വാക്യം ഒന്ന് വായിക്കാം. കർത്താവിന്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗത്തില് കർത്താവിന്റെ വിലപ്പെട്ട വിശുദ്ധനോടും ദൈവജനത്തോടും ചേർന്ന് ജീവനുള്ള ദേശത്തൊരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം എനിക്കൊരുക്കിയ സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ സഭയെ ദൈവദാസനെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ശരീരത്തിലുണ്ടായ കഷ്ടതയിൽ ആമേൻ ദൈവത്തിൻ്റെ സ്തോത്രം വിടുവിച്ച് മഹത്വം അർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ ദാസനും നിങ്ങളുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ രാജ്യത്തായിരിക്കുമ്പോൾ എല്ലാ ദൈവമക്കൾക്കും സഭയ്ക്കും കർത്താവിന്റെ ദാസനും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി ആദ്യമായി രേഖപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വിടുതലിനെ ഓർത്ത് വിശുദ്ധ ആരാധനയിൽ നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മഹത്വം മാനമെല്ലാം കർത്താവിന് കൊടുക്കുന്നു. ആ കൂട്ടായ്മയ്ക്ക് ആമേൻ. സ്തോത്രം. അവിടെ കടന്നു സന്ദർഭങ്ങളിൽ ശാരീരികമായൊരു പെട്ടെന്ന് അസ്വസ്ഥത എനിക്ക് ഉണ്ടാകുകയും ചില മിനിറ്റുകൾ ഒന്നും അറിയാത്തൊരവസ്ഥ ഉണ്ടായി. പിന്നീട് എൻ്റെ ശരീരത്തിൽ ഒരു ഉണർവുണ്ടാകി എഴുന്നേൽക്കുവാനും ശക്തി പ്രാപിപ്പാനും ദൈവം എന്നെ ശക്തീകരിച്ചു. അന്ന് ദൈവത്തിൻ്റെ ഒരു കൃപ, ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നീട് കടന്നു വരുന്ന സ്ഥാനത്തൊക്കെ
ഹല്ലേലൂയ. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം എൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ എല്ലാം ദൈവം എനിക്ക് അനുകൂലമാക്കി തന്നു. കടന്നുപോയ സന്ദർഭങ്ങളിൽ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സഭ, അവിടെയുള്ള ദൈവമക്കൾ, ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥ ഡോക്ടേഴ്സ്, അവരൊക്കെ പ്രതീക്ഷിക്കാത്ത എളിയനായി എനിക്ക് നല്ല ഒരു സഹകരണം ലഭിക്കാൻ ഇടയായി തരും. അതും ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അന്യരാജ്യത്ത് ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയിൽ ഇന്ന് പകൽ ദൈവജനത്തോട് അല്പസമയം ചില വചനങ്ങൾ ധ്യാനിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശം തോന്നുന്നത് 62 യെശയ്യാപ്രവചനം 62-ാം അധ്യായമാണ്. യെശയ്യാപ്രവചനം 62-ാം അധ്യായം 12 വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. 1-ാമത്തെ വാക്യം, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല. അടുത്ത വാക്യം, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. ദൈവത്തിന് മഹത്വം. യെശയ്യാപ്രവചനം 62-ാം അധ്യായം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. യെരൂശലേം എന്താണ്, യെരൂശലേം എങ്ങനെയായിരിക്കണം എന്നൊക്കെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യെരൂശലേം എന്ന് പറയുമ്പോൾ 2 കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് മിസ്രൈമിൽ നിന്ന് അടിമനത്തിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത കനാലിലേക്ക് എത്തിച്ചേർക്കുന്ന ഒരു കൂട്ടമാണ് യെരൂശലേം എന്ന് പറയുന്നത്. അതിൻ്റെ ആത്മീയാർത്ഥം, മിസ്രൈം എന്ന് പറയുന്ന ഇന്നത്തെ സഭ, ദൈവത്തിൻ്റെ സഭ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മരുപ്രയാണത്തിലൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത കനാലിലേക്ക് ദൈവമക്കൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരർത്ഥം. മറ്റൊന്ന്, യെരൂശലേം എന്ന് പറയുന്നത് ബാബേലിലായിരുന്ന ദൈവമക്കൾ പ്രവാസത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യെരൂശലേമിൽ വന്ന് അതിൻ്റെ ദേവാലയം പണിത് മതിൽ കെട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളോ എന്ന് പാടിയ ഒരു കൂട്ടം യെരൂശലേമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യെരൂശലേമിനെ കുറിച്ച് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 62-ാം അധ്യായത്തിൽ യെരൂശലേമിലെ സഭ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് 62-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ സഭ, യെരൂശലേമിലെ സഭ സഭയായി മാറണമെങ്കിൽ എങ്ങനെ നാം ദൈവസ്ഥനായിരിക്കണമെന്ന്, യെരൂശലേമിലെ സഭ എങ്ങനെയായിരിക്കണമെന്ന് 62-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. 1-ാമത്തെ വാക്യം, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല. അടുത്ത വാക്യം, അതിനെക്കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് ദൈവം പറയുന്നത്, ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് മിണ്ടാതെ ഇരിക്കുകയില്ല, അടങ്ങിയിരിക്കുകയില്ല. ഇന്ന് പകൽ ആരാധന കിടന്ന ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ കുറിച്ച് ദൈവം അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, ദൈവം മിണ്ടാതിരിക്കുന്ന ദൈവമല്ല. സിയോൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭയാണ്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇന്ന് പകൽ വിശുദ്ധ ആരാധന കടന്നു വന്ന എല്ലാ ദൈവമക്കളെ കുറിച്ചും ദൈവം അടങ്ങിയിരിക്കുകയില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം മിണ്ടാതെ ഇരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യെരൂശലേമിലെ സഭ എങ്ങനെയായിരിക്കണമെന്ന് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു. അടുത്ത വാക്യം വായിക്കാം. അതിന്റെ നീതി. അപ്പൊ യെരൂശലേമിൽ കടന്നു വന്നിരിക്കുന്ന സഭ എങ്ങനെയായിരിക്കണം? ഒന്നാമതായിട്ട് അവിടെ പറയുന്നത് ദൈവത്തിന്റെ സഭ പ്രകാശമായിരിക്കണമെന്ന്. അപ്പൊ യെരൂശലേമിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വന്നത്, ഫറവോന്റെ പിടിയിൽ നിന്ന് വന്നത്, ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് വന്നത്, യെരൂശലേമിൽ മതിൽ കെട്ടുന്നത്, ആലയം പണിയുന്ന സഭ, അത് പണിതെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ സഭ എപ്പോഴും പ്രകാശമായിരിക്കണം. ഇന്ന് പകൽക്കാലം നമ്മൾ ആത്മാവിൽ പ്രകാശിക്കുവാൻ ഇടയാണ്. യെശയ്യാപ്രവചനം 1 പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആ അന്ധകാര ജാതികളെയും കൂരിട്ട് ഭൂമിയെയും മൂടുമ്പോൾ നിന്റെ മേൽ യഹോവയുടെ തേജസ് ഉദിക്കുമെന്ന്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ദൈവീയ പ്രകാശമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവ യെരൂശലേമിലെ സഭയെക്കുറിച്ച് പറയുന്നത് അതെപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പകൽ കടന്നു വന്ന ദൈവമക്കളെല്ലാം വെറുതെ ഇരിപ്പാനല്ല, കർത്താവിൽ നമ്മളൊന്ന് പ്രകാശിപ്പാൻ ഇടയായി. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവസ്ഥനിൽ നിന്ന് പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രകാശം വരുമ്പോൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? ഇരുളെല്ലാം ഓടി മറയും. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഇരുളെല്ലാം മാറിപ്പോകാനിടയായി.
അപ്പൊ ദൈവജനം ഒന്ന് പ്രകാശിക്കാം. ഈ ദിവസത്തിൽ ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ, കൂട്ടായ്മ, ആരാധനയിൽ ദൈവമക്കൾ പ്രകാശിക്കാമെങ്കിൽ ഇരുളിന്റെ ശക്തികളെല്ലാം നമ്മെ വിട്ട് മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുന്ന ഒരു സഭയായി മാറുവാൻ യെരൂശലേമിലെ സഭയെക്കുറിച്ച് ദൈവം പറയുന്നത്, ദൈവമക്കൾ ഒന്നാമതായി പ്രകാശിക്കണം. നമ്മുടെ പ്രകാശത്തെ കെടുത്തുന്ന, നമുക്ക് പ്രകാശിക്കുവാൻ കഴിയാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നാം അധികമായി പ്രകാശിക്കണം. സദൃശവാക്യത്തിൽ ഇങ്ങനെ എടുക്കേണ്ട അവിടെ എഴുതിയിരിക്കുന്ന, നീതിമാന്മാരോ നട്ടുച്ചയാകുമ്പോഴത്തേക്കും അധികമായി പ്രകാശിച്ചു വരുന്നതാണ് എഴുതിയിരിക്കുന്നത്. ജീവിതത്തിലെ സമയങ്ങൾ കഴിയുന്തോറും അവർ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, ഫിലിപ്പി ലേഖനത്തിൽ എടുക്കേണ്ട 2:14 പറയുന്ന, വക്രവും കോട്ടവുമുള്ള തലമുറയുടെ നടുകൾ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിനെ എല്ലാ പ്രവൃത്തിയും വാദവും കൂടാതെ ചെയ്യുക. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പ്രകാശിക്കണം. സഭയിലുള്ള ദൈവമക്കളെയും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രകാശമായി മാറുവാനാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളിലുള്ള പ്രകാശം ഒന്ന് വർദ്ധിച്ചു വരാമെങ്കിൽ അനേകർ ഇരുളിൽ തട്ടിത്തറയുന്നതായ ഇരുട്ടിൽ കിടക്കുന്ന അനേകർ നമ്മുടെ പ്രകാശം കണ്ട് അവർ കയറി വരുവാനിടയായിത്തീരും. ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഇരുളിൽ കിടക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവർ വിടുതൽ പ്രാപിക്കണമെങ്കിൽ, നമ്മളൊന്ന് പ്രകാശിക്കാമെങ്കിൽ അവരിൽ വെളിച്ചമടിക്കുകയും അവരാ ഇരുളിൽ നിന്ന് കയറി വരുവാനിടയായിത്തീരും. നമ്മുടെ പ്രകാശം നമ്മളിൽ ഒതുക്കി വെച്ചാൽ ഒരിക്കലും മറ്റുള്ളവർ വിടുതൽ പ്രാപിക്കുകയില്ല. നമ്മളൊന്ന് പ്രകാശിച്ചെങ്കിലേ ഇരുളിൽ കിടക്കുന്നവർ വിടുതൽ പ്രാപിപ്പാൻ ഇടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രകാശിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതിന്റെ 4-ാം അധ്യായത്തിൽ മലമേലുള്ള പട്ടണം പ്രകാശിക്കണം. ആ വാക്യം എന്നിട്ട് വായിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തില് ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 5-ാം അധ്യായത്തില് മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് എവിടെ കൊണ്ട് വെക്കരുതെന്നാണ് പറയുന്നത്. പറ നാട്ടിലുള്ളവർക്കറിയാം, കണ്ടത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി വെക്കുന്ന, നെല്ലെല്ലാം കണ്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന് അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു സാധനമാണ് എന്താ പറയെന്ന് പറഞ്ഞാൽ അതിനൊരു അളവുണ്ട്. ആ അളവിനപ്പുറം പിന്നെ അളക്കത്തില്ല. ആ കറക്റ്റ് അളവാണ്. ദൈവമക്കളെ സ്തോത്രം. നമ്മുടെ പ്രകാശം അളന്ന് തിട്ടപ്പെടുത്തി വെക്കാനുള്ളതല്ല, അളവിനപ്പുറമായി പ്രവർത്തിക്കാനുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് നല്ലൊരു ഉദാഹരണം അവിടെ കൊണ്ടുവന്നത്. വിളക്ക് കത്തിച്ച് ആരും എവിടെ കൊണ്ടുവന്ന് വെക്കുന്നില്ല, പറയുടെ കീഴിൽ വെക്കുന്നില്ല. അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു സാധനമാണ് പറ. നമ്മുടെ ആത്മീയ ജീവിതം എന്ന് ക്ലിപ്തമായി ഇങ്ങനെ തിട്ടപ്പെടുത്തി ക്രമമായി വെച്ചേക്കുന്ന ഒന്നല്ല, അതിനപ്പുറമായി പ്രവർത്തിക്കുവാൻ എന്നെ നിങ്ങളെ ഒരു ദൈവം ആഗ്രഹിക്കുക. ആമേൻ. അതുകൊണ്ടാണ് പറയലിലല്ല, അത് തണ്ടിന്മേൽ അത്രേ വയ്ക്കുക. വിളക്കിനെ കുറിച്ച് കർത്താവ് പറയുന്നു മറ്റൊരു ഭാഗത്ത്. ആമേൻ. വിളക്ക് കത്തിച്ചാരി എവിടെ വെക്കുന്നില്ല. മർക്കോസിൽ എഴുതിയിട്ടുണ്ട്, കട്ടിലിന്റെ കീഴിൽ വയ്ക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, വിളക്ക് കത്തിച്ചാരി നിലവറയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നില്ല. അപ്പൊ വിളക്കിന്റെ പല അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ വിളക്ക് പ്രകാശിക്കണമെങ്കിൽ നിലവറയിൽ വെക്കരുത്, വിളക്ക് കട്ടിലിൽ വെക്കരുത്, വിളക്ക് പറയിൽ വെക്കരുത്. വിളക്ക് എവിടെ വെക്കണം? എല്ലാവരും കാണേണ്ടതിന് പ്രകാശിക്കപ്പെടുവാൻ. ഇന്ന് പകൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പ്രകാശിക്കപ്പെടുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആത്മീയ നിലവാരം വചനത്തിലൂടെ നമുക്കൊന്ന് സ്വയശോധന. എന്റെ വിളക്ക് കർത്താവെ പറയില്ലാണോ? അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണോ? എന്റെ വിളക്ക് നിലവറയുടെ അനുഭവത്തിലാണോ? എന്റെ വിളക്ക് കട്ടിലിന്റെ അനുഭവത്തിലാണോ? ഇന്ന് പകൽ വചനത്തിന്റെ മുമ്പിൽ നമുക്കൊന്ന് സ്വയശോധന ചെയ്ത് എല്ലാവരും അല്പസമയം ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അനുഭവം ഇതിലേതാണെന്നൊന്ന് സ്വയശോധന വചനത്തിലൂടെ ചെയ്ത് നാം ദൈവത്തിൽ അടുക്കുമ്പോൾ നമ്മളൊന്ന് പ്രകാശമായി മാറുവാനിടയായിത്തീരും. നാം പ്രകാശിക്കപ്പെടുമ്പോൾ ലോകം ഇരുളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് യെരൂശലേമിൽ കെട്ടുവാൻ പോകുന്ന സഭ, പണിതെടുക്കുന്ന സഭ, യെരൂശലേമിലെ സഭ എങ്ങനെയായിരിക്കണമെന്നാണ് യെശയ്യാപ്രവചനം 62:1 പറയുന്നത്. അത് പ്രകാശമായിരിക്കണം. 2-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അത് കത്തുന്ന വിളക്ക് പോലെ ആയിരിക്കണമെന്നാണ്. അണഞ്ഞ വിളക്ക് പോലല്ല. പിന്നെ എങ്ങനെയാണ്? കത്തുന്ന വിളക്കാണ്. പ്രൈസ് ദി ലോർഡ്. സഖറിയാ പ്രവചനം 4-ാം അധ്യായത്തിൽ
ഒന്നാമത്തെ വാക്യത്തിലേക്ക് ഇതിനോട് ചേർന്ന് വായിക്കാൻ കൊള്ളാമെന്ന് വായിക്കാം. ദ ബുക്ക് ഓഫ് സെക്കരിയ ചാപ്റ്റർ 4 വേഴ്സ് 1. 4 ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നോട് സംസാരിച്ച ദൂതൻ ആ പിന്നെയും വന്നു, ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. ആ നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചേന്. അടുത്ത വാക്യം. ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് കണ്ടു. ആ അതിന്റെ തലയ്ക്ക് ഒരു കുടവും അതിന്റെ മേൽ 7 വിളക്കും, ആ അതിന്റെ തലയ്ക്ക് ഉള്ള 7 വിളക്കിന് 7 കാലും, അതിനരികെ കടത്തിന്റെ വലതുഭാഗത്ത് നിന്നും ഇടതുഭാഗത്ത് നിന്നും ഇങ്ങനെ 2 ഒഴുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അടുത്ത വാക്യം. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, ആ യജമാനനെ, ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. ആ എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ആമേൻ. ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ആ ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. ആ അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ആ ദൈവത്തിന് സ്തോത്രവാഹങ്ങളെല്ലാം അറിയാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. ആമേൻ. വിളക്ക്, ആ വിളക്കിലേക്ക് എണ്ണ ഒഴുകി വരികയാണ്. ദൈവത്തിന് ഒലിവ് മരത്തിൽ നിന്ന് എണ്ണ ഒഴുകി വരികയാണ്. ദിവസവും അത് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒലിവ് മരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ എണ്ണ ഒഴുകി വരികയാണ്. അത് ആ വിളക്കിൽ വരുമ്പോൾ ആ വിളക്ക് പ്രകാശിക്കുകയാണ്. അതിൻ്റെ ആത്മീയപൊരുളിലൊന്നും ആ ഭാഗം നിന്ന് ഞാൻ സംസാരിക്കുന്നില്ല. അങ്ങനെ പ്രകാശിച്ചു വന്നപ്പോഴാണ് യോശുവയോടും സെരുബ്ബാബേലിനോടും ദൈവം പറയുന്നത്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ദൈവിക ശക്തി വ്യാപരിപ്പാൻ കാരണം ഒലിവ് മരത്തിൽ നിന്ന് അതിൻ്റെതായ ഓയിൽ എണ്ണ ഒഴുകിക്കൊണ്ടേയിരുന്നു, അത് പ്രകാശിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ദൈവത്തിന് സ്തോത്രം. അതിലൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 14-ാം വാക്യം നമുക്കറിയാം. യോഹന്നാൻ ഏകാന്തതയിൽ തന്റെ ജീവിതത്തിന്റെ കഷ്ടതയും തന്റെ ജീവിതത്തിന്റെ ഏകാന്തതയിലും താനെ ആ കരിമ്പാറ കൂട്ടങ്ങളുടെ നടുവിൽ യോഹന്നാൻ ആയിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾപ്പാൻ ഞാൻ തിരിഞ്ഞപ്പോൾ, ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7 പൊൻനിലവിളക്കുകളും നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ടിന് സദൃശനായി, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനായ, കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ചതായ ഒരുവൻ നിൽക്കുന്ന ഞാൻ കണ്ടു. അവനെ കണ്ടിട്ട് ഞാൻ എങ്ങനെയായെന്നാണ്, മരിച്ചവനെ പോലെയായെന്നാണ്. ദൈവത്തിന് ഇന്ന് പകൽ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ടച്ചിങ് നമ്മൾ അനുഭവിച്ചാൽ നമുക്ക് ആർക്കും വെറുതെ ഇരിപ്പാൻ നമുക്ക് കഴിയില്ല. സ്തോത്രം. എന്നോട് സംസാരിച്ച നാദം ഇന്ന് പകൽ ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. എത്ര പേർ ദൈവശബ്ദത്തിനായി കൊതിക്കുന്നവരുണ്ട്? ഈ ആരാധനയിൽ ഒരു ശബ്ദം ഞാൻ കേൾക്കട്ടെ, വചനത്തിലൂടെ ഒരു ശബ്ദം കേൾക്കട്ടെ, പ്രാർത്ഥനയിലൂടെ ഒരു ശബ്ദം കേൾക്കട്ടെ, പാട്ടുപാടുമ്പോൾ ഒരു ദൈവശബ്ദം ഞാൻ കേൾക്കട്ടെ. ഇന്ന് കടന്നു വന്നതൊരു ശബ്ദം കേട്ട് എൻ്റെ ഹൃദയം ഒന്ന് ടച്ച് ചെയ്യുവാൻ ദൈവസന്നി നമുക്കൊന്ന് ഏൽപ്പിക്കാം. യോഹന്നാൻ ജീവിതത്തിന്റെ ഏകാന്തതയിൽ ദൈവശബ്ദം തന്നെ ശക്തീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന് മുമ്പേ അവിടെ വന്നവരെയൊക്കെ ആ പസ്മോസ് ആ ദ്വീപിൽ അനേകർ തകർന്നു പോയപ്പോൾ യോഹന്നാനെ ദൈവശബ്ദം ബലപ്പെടുത്തിക്കൊണ്ട് ദൈവങ്ങളെ പ്രതികൂലങ്ങളിൽ ഒരു ദൈവശബ്ദം നമ്മെ ബലപ്പെടുത്തും. എത്ര പേർ അത് വിശ്വസിക്കേണ്ടത്? പ്രതികൂലങ്ങളിൽ ദൈവശബ്ദം നമ്മെ നടത്തും. നമ്മുടെ ജോലിയിലായാലും, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിലായാലും, നമ്മുടെ ശരീരഘടനകളിലായാലും നമ്മളെ ശക്തീകരിക്കുന്ന, രാവിലെ ഇവിടെ കൊയർ പാടിയതുപോലെ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു മുഖാന്തരം ഇന്ന് പകൽ നമ്മൾ സകലത്തിനും മതിയായവരായിരിക്കും. എന്നോട് കേട്ട നാദം, നമ്മുടെ ആഗ്രഹം അതായിരിക്കട്ടെ. ദൈവത്തിന്റെ നാദം എൻ്റെ കർണപടങ്ങളിൽ പതിക്കുവാൻ ഞാൻ ആലയത്തിൽ വന്നിരിക്കുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ എൻ്റെ കാത് ഞാൻ കോർത്തിരിക്കുന്നു. അതിനാ എൻ്റെ ഹൃദയം ചായിക്കുന്നു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ മുൻപിലുള്ള ആഗ്രഹം. എത്ര പേർ വിശ്വസിക്കുന്നത്? ദൈവശബ്ദം കേൾക്കുവാൻ എത്ര പേർ ദിവസങ്ങൾ ഞാൻ ദൈവശബ്ദം കേട്ടു, ദൈവത്തിന്റെ ശബ്ദം എന്നെ നടത്തി എന്ന് പറയുവാൻ ഇന്ന് പകൽ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ യോഹന്നാൻ ആരാധിക്കുമ്പോൾ നിലവിളക്ക് കാണുകയാണ്. ഇപ്പൊ നിലവിളക്ക് എന്ന് പറയും ദൈവമക്കളെ കുറിച്ച്. യെരുശലേമിൽ കെട്ടുവാൻ പോകുന്ന സഭ, പണിതെടുക്കുന്ന സഭ എങ്ങനെയായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് അത് പ്രകാശമായിരിക്കണം സഭ. ഇന്ന് പകൽ കടന്നു വന്ന കുഞ്ഞുങ്ങൾ, ദൈവമക്കൾ, സഹോദരന്മാർ, പ്രായമുള്ള എല്ലാവരെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മളൊന്ന് പ്രകാശമായിട്ട് മാറണമെന്നാണ്. എന്റെ ജീവിതത്തിൽ വന്ന ആ കഷ്ടത ഞാൻ ചിന്തിച്ചു, അവിടെ കിടന്നുകൊണ്ടല്ലേ ഞാൻ മരിച്ചാൽ എന്ത് കർത്താവെ നിനക്ക് ലാഭമുള്ളതുണ്ട്? ധൂളി നിന്നെ സ്തുതിക്കുമോ? വിനാശത്തിൽ വിസ്മൃതി നിന്നെ വർണ്ണിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ഒരു പ്രയോജനമില്ല. ജീവിച്ചിരുന്നാൽ 10 പേരുടെ സുവിശേഷം പറയാമല്ലോ എന്ന് പറയുവാനിടയ്ക്ക്
സ്തോത്രം. ദൈവസനെ ജീവിച്ചിരുന്ന ജീവനുള്ള ദേശത്ത് ദൈവത്തിന്റെ നന്മ കാണുമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതിക്കാൻ പറ്റും. ഞാൻ ജീവനോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനകാരൻ പറയാണ് 103 നമുക്കറിയാം, ഹല്ലേലൂയ, അന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്താ ദൈവമക്കളെ അവൻ ചെയ്ത ഉപകാരം? അവിടെ എണ്ണി പറയുന്നു. 1, നിന്റെ അകൃത്യം മോചിക്കുന്നു. 2, നിന്റെ രോഗം സൗഖ്യമാക്കുന്നു. 3, നിന്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. 4, ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. 5, നിന്റെ പാപത്തിനൊത്തവണ്ണം നിന്നോട് പകരം ചെയ്യുന്നില്ല. 6, അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുന്നു. എന്തെല്ലാം ഉപകാരം ദൈവം നമുക്ക് ചെയ്തു. ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നാം വെറുതെ സമയങ്ങളെ അല്പസമയം ദൈവത്തെ നമുക്കത് സ്തുതിച്ച് ആരാധിക്കാം. ദൈവം ചെറുതും വലുതുമായ എത്ര ഉപകാരങ്ങളാണ് ദൈവം നമുക്ക് ചെയ്തത്. ഇന്ന് പകലും ദൈവം എത്ര ഉപകാരം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയെക്കുറിച്ച് ദൈവം പറയുന്നത്, ദൈവത്തിന്റെ സഭ യെരൂശലേമിൽ കെട്ടുവാൻ പോകുന്ന സഭ, യെരൂശലേമിൽ പണിതെടുക്കാൻ പോകുന്ന സഭ, അതിനകത്ത് ദൈവമക്കൾ ആരാധിക്കാൻ പോകുന്ന സഭ. ഇന്ന് പകൽ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ആ സഭ കെട്ടിയെടുക്കുമ്പോൾ, ആ സഭ പണിതെടുക്കുമ്പോൾ, യെരൂശലേമിൽ പണിതെടുക്കുന്ന സഭയിലുള്ള ദൈവമക്കൾ എങ്ങനെ ഈ ഇരിപ്പിൽ ഇരിപ്പാനല്ല, പുതിയ സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രകാശമായി മാറണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ഇരിപ്പും കൊണ്ട് പുതിയ സഭയിലേക്ക് നാം പ്രവേശിക്കരുത്. ഒരു പ്രകാശമായി ജ്യോതിസിനെ പോലെ പ്രകാശിക്കുവാൻ, ആത്മാവിൽ കുതിക്കുവാൻ, നാം യെരൂശലേമിൽ പണിതെടുക്കാൻ പോകുന്ന, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ഛയായിരിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹമായിരിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാമായിരിക്കുന്ന, ദൈവത്തിന് മാമിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആ സഭ എപ്പോഴും മഹത്വമാമിൽ പ്രകാശമായിരിക്കണം. ദൈവത്തിന് അതാണ് ദൈവം തന്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് യെശയ്യാപ്രവചനം ഒരു പഠനം, ഒരു ധ്യാനം. രണ്ടാമത് ദൈവത്തിന്റെ സഭ കെട്ടുമ്പോൾ ദൈവമക്കൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതിന്റെ 2ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കാം. ആ ആ ആ രണ്ടാമത് യെരൂശലേമിൽ കെട്ടാൻ പോകുന്ന സഭ ദൈവത്തിന് മഹത്വമായിരിക്കും. എത്ര പേർക്ക് വചനം മനസ്സിലായി? ദൈവത്തിന്. 1ാമത് യെരൂശലേമിൽ കെട്ടുന്ന സഭ പ്രകാശമായിരിക്കണം. 2ാമത് ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വത്തോട് വെളിപ്പെടണം. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴൊക്കെ പലയിടങ്ങളിൽ കടന്നു ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലരോടൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ എന്നെ എടുക്കുമെന്നവരോടൊക്കെ പറയുവാനിടയായി തീർന്നു. യായിറോസിന്റെ വീട്ടിൽ ചെന്ന് ദൈവം ഉയർപ്പിച്ചു. ഹല്ലേലൂയ. അതുപോലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അല്ലെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചു. കാരണം ഇവിടെ ഒക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ വീട്ടിൽ ഏകരായിരുന്നു. വേറെ ആശ്രയം ആരും ഇല്ല. ഒരു ബ്രദറോ സിസ്റ്ററോ ആരും ഇവർക്കില്ല. ആകെ ഇവരെല്ലാം വീട്ടിൽ ഏകരായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് അവരെ ഉയർപ്പിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. സ്തോത്രം. ആമേൻ. ദൈവം ആമേൻ. ചില കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യുന്നത് അത് ദൈവം മറ്റൊന്ന് കണ്ടുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യുന്നത് ദൈവം ചിലത് കണ്ടുകൊണ്ടാണ്. ദൈവത്തിന് യായിറോസിന്റെ മകനെ ഉയർപ്പിച്ചത് വിധവയുടെ മകനിൽ ഏക മകന് ഏക ആശ്രയവനായിരുന്നു. അവനല്ലാതെ ഒരാശ്രയം വേറെയില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സഹോദരിമാർക്ക് ലാസറല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു. അവരുടെ സങ്കടം ദൈവം കണ്ടു. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ ഉള്ളറകൾ അറിഞ്ഞ്, ആഴങ്ങൾ അറിഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് ആരും ആശ്രയിപ്പാൻ ഇപ്പോൾ പാടിയതുപോലെ ആരുമില്ലാതിരിക്കുമ്പോൾ, ആരും സഹായമില്ലാതിരിക്കുമ്പോൾ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്കൊരു വലിയ സഹായമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ആമേൻ. ഹല്ലേലൂയ. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ആമേൻ സ്തോത്രം അവർക്കൊരാശ്രയം ആരുമില്ല. എല്ലാത്തിന്റെ പ്രതീക്ഷകളും തകരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നത്. ദൈവം തന്നെ വലങ്കരം പിടിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവനാമം അവിടെ മഹത്വപ്പെട്ടെന്ന് എഴുതി. അപ്പൊ ഒരു പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവനാമം മഹത്വപ്പെടുവാൻ. ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ ഓർക്കണം, ഇത് മറ്റൊന്നുമല്ല, എന്തോ ദൈവനാമം മഹത്വപ്പെടുവാൻ. നിങ്ങളുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഏത് വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഇതിലെന്തോ ഒരു ദൈവമഹത്വം വെളിപ്പെടാനാണ്. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവമഹത്വം ആ കുടുംബങ്ങളിൽ വെളിപ്പെടുവാനിടയായി.
യെരൂശലേമിൽ കെട്ടുന്ന സഭ എങ്ങനെയുള്ള സഭയായിരിക്കണം? ദൈവത്തിന് മഹത്വമായിരിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളിലും ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ അത് സഭയിൽ വെളിപ്പെടും, അത് കുടുംബങ്ങളിൽ വെളിപ്പെടും, അത് ദേശത്ത് വെളിപ്പെടും, അത് അനേകർക്ക് ആശ്വാസമായി തീരും. ആ മഹത്വം പൊതിഞ്ഞു കെട്ടി വെക്കുവാനല്ല, എല്ലാവരുടെ മുമ്പ് പറയണം, ദൈവം എനിക്ക് വലിയ ചെയ്തു. എത്ര പേരാ സാക്ഷ്യം പറയും? സാക്ഷ്യങ്ങൾ ദൈവം എനിക്ക് വലിയ ചെയ്തു, ദൈവം എനിക്ക് ചെയ്ത വലിയ ഉപകാരങ്ങൾക്കായി സ്തോത്രം എന്ന് പറയത്തക്ക വേണം. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായി തീരണം. ദൈവം ആഗ്രഹിക്കുന്നത് മഹത്വം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ഏത് പ്രവൃത്തി നടന്നാലും അതിനകത്ത് മഹത്വം കർത്താവിന്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഇന്നത്തെ ആരാധന ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കാം. യെരൂശലേമിൽ കെട്ടുന്ന സഭ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. മൂന്നാമതായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെരൂശലേമിൽ കെട്ടുന്ന സഭയെ കുറിച്ച് 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. മണവാട്ടിയായിരിക്കണം എന്നാ. യെരൂശലേമിൽ കെട്ടാൻ പോകുന്ന സഭ എങ്ങനെയുള്ള സഭയായിരിക്കണം? അല്ലെ, മണവാട്ടി. ഇവിടെ എഴുതിയിരിക്കുന്ന മണവാട്ടി, അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? വാക്യം ഒന്ന് വായിക്കാം. മണവാളൻ ആരിൽ സന്തോഷിക്കുകയാണ്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ. സ്തോത്രം. മണവാളനും മണവാട്ടിക്കും എന്തോ ഒരു പ്രത്യേക, അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നില്ലേ? മണവാളനും മണവാട്ടിക്കും ഒരു പ്രത്യേക സന്തോഷമുണ്ട്. നിങ്ങളാരും ഉണ്ടായിരിക്കുന്നുള്ളത് എനിക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം. ഒരു പ്രത്യേക സന്തോഷമുണ്ട്. കല്യാണം കഴിഞ്ഞ ദിവസങ്ങളിൽ മണവാളൻ എപ്പോൾ വരുമെന്ന് എതിർ പാത്തുക്കിട്ടേ ഇരിക്കും, ഇല്ലയോ? അല്ലേ? കൊഞ്ചം നാൾ കഴിഞ്ഞാൽ വന്നാലും ചേരാൻ മറവാട്ടാലും പറയാം. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇച്ചിരി താമസിച്ചു വന്നാലും സമാധാനത്തോടെ. ഇവിടെ അങ്ങനെ ആരുമില്ല. അദ്ദേഹത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? സ്തോത്രം സ്തോത്രം. എല്ലാവരും ഒന്ന് ഉണർന്നു പോകും. അദ്ദേഹത്തിന് സ്തോത്രം. അപ്പൊ മണവാളന് മണവാട്ടിയിൽ എന്തോ ഉണ്ട്? എന്തോ ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നത് അവിടെ? പ്രിയമുണ്ട്. അത് എന്തോ ഉണ്ട്? അവിടെ ആ വാക്യം എന്താ എഴുതിയിരിക്കുന്നത് അറിയാം? മണവാളന് മണവാട്ടിയിൽ എന്തോ ഉണ്ട്? സന്തോഷിക്കുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആരാധനയിൽ കർത്താവിൽ ഒരു സന്തോഷം ദൈവങ്ങൾ ഉണ്ടാകണം. യെരൂശലേമിൽ കെട്ടുവാൻ പോകുന്ന സഭ ആത്മ മണവാളനായ കർത്താവിനെ കുറിച്ച് ദൈവമക്കൾക്ക് ഒരു ആത്മീയ സന്തോഷം ഉണ്ടാകണം. എന്റെ മണവാളൻ എപ്പോൾ വരും? ആ ഉറപ്പുള്ളവർ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ആ കർത്താവിന്റെ ദാസൻ രാവിലെ ഓർപ്പിച്ചതുപോലെ ആ മണവാളന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തിന്റെ കൽപ്പനകളെ രാവിലെ കേട്ടതുപോലെ നാം അനുസരിക്കണം. ആരും കൈവിടപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കാമെങ്കിൽ ആ മണവാളനോടുകൂടി നമ്മൾ സന്തോഷിക്കും. അതാ ദൈവമക്കളുടെ ഭാവി പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അവിടെ അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതിനെക്കുറിച്ചൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വായിക്കാം. നിന്നെ ഇനി അസൂബ എന്ന് വിളിക്കുകയില്ല, ശമാമ എന്നും പറയില്ല, നിനക്ക് ഹെപ്സിബ എന്നും ഇഷ്ട എന്നും. വാക്യം എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ്. സഭ യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. ഇന്ന് പകൽ ആരാധനയ്ക്ക് കടന്നു വന്ന ദൈവമക്കളോട് ദൈവത്തിനൊരു പ്രിയമുണ്ട്. എത്ര പേരാ വചനം വിശ്വസിക്കുന്നത്? മണവാളന് മണവാട്ടിയിൽ പ്രിയമായിരിക്കുന്നത് പോലെ യെരൂശലേമിൽ കെട്ടുവാൻ പോകുന്ന സഭയെ കുറിച്ച് ദൈവത്തിനൊരു പ്രിയമുണ്ട്. ഈ ലോകത്തിൽ ദൈവത്തിന് വല്ല പ്രിയമുണ്ടെങ്കിൽ ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. സഹോദരം, എത്ര പേരതിന്റെ ആഴം ഗ്രഹിക്കുന്നുണ്ട്? മണവാളന് മണവാട്ടിൽ പ്രിയമായിരിക്കുന്നത് പോലെ ദൈവം തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കളെ കുറിച്ച് ദൈവത്തിനൊരു വലിയൊരു പ്രിയമുണ്ട്. ദൈവത്തിന് പ്രിയമുണ്ട്. യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ, കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ദൈവത്തോട് പ്രിയരായിരിക്കും. ദൈവം അവർക്ക് പ്രിയരാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത് തന്റെ പ്രിയനോ അതവന് ഉറക്കത്തിൽ കൊടുക്കുന്ന. ദൈവത്തിന്റെ മക്കൾക്ക് ഒന്നും അറിയാതിരിക്കുമ്പോഴാണ് ദൈവം ചിലത് കൊടുക്കുന്നത്. ദൈവത്തിന് തന്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരെ, ദൈവസന്നിധി നിൽക്കുന്നവരെ, ദൈവത്തെ സേവിക്കുന്നവരെ ചിലതൊക്കെ ദൈവം ഉറക്കത്തിൽ തരുന്ന ദൈവമാണ്. ദൈവം മറന്നു പോകുന്ന ദൈവമല്ല. ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവം അത് നിങ്ങൾക്ക് ഉറക്കത്തിൽ തരുന്ന ദൈവമാണ്.
സ്തോത്രം, സ്തോത്രം. ബെന്യാമിനെ കുറിച്ച് പറയുന്നത് എല്ലാ ഭാഗവും വിശദീകരിക്കുന്നില്ല. ആവർത്തന പുസ്തകത്തിൽ ദൈവപുരുഷനായ മോശ ബെന്യാമിനെ കുറിച്ച് പറയുന്നത്, ബെന്യാമിൻ എനിക്ക് പ്രിയൻ എന്നാണ്. ബെന്യാമിനെ കുറിച്ച് എടുത്തു പറയുന്നത്, ബെന്യാമിൻ എനിക്ക് പ്രിയൻ, ദൈവത്തിന് പ്രിയൻ. അതിന്റെ അടുത്ത വാക്യം എടുക്കേണ്ട സമയം വിശദീകരിക്കുന്നില്ല. എന്താണെന്നറിയാമോ? അവൻ തൽ സന്നിധിയിൽ നിർഭയം വസിക്കും എന്ന് പറഞ്ഞാൽ ഇവന്റെ കിടപ്പ് എപ്പോഴും ദൈവത്തിന്റെ കാലിന്റെ ചുവട്ടിലാണ്. എങ്ങനെ പോയാലും ഇവൻ ആരാധനയിലേ കിടക്കത്തുള്ളൂ. പിന്നെ എടുത്തെറിഞ്ഞാലും ഇവൻ പാതപടത്തിലേ ഇരിക്കത്തുള്ളൂ. ദൈവ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധന അവിടെ കിടന്നോളും. ദൈവസ്ഥനെ പിടിവിടാതിരിക്കാമെങ്കിൽ ദൈവം നിനക്ക് പ്രിയനായിരിക്കും. ദൈവസ്ഥനിൽ ആരാധനയിൽ ആത്മീയ അനുഭവങ്ങളിൽ മുൻപന്തി നിൽക്കാമെങ്കിൽ ദൈവത്തിന് നീ പ്രിയനായിരിക്കും. നീ ദൈവത്തിന്റെ കയ്യിൽ, യെശയ്യാ പറയുന്നത്, ഭംഗിയുള്ള ഒരു രാജമുടിയായിരിക്കും. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന രാജമുടിയാണെന്നാണ് യെശയ്യാ പറയുന്നത്. 62 മുകളിലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഭംഗിയുള്ള, ബ്യൂട്ടിയുള്ള ഒരു രാജമുടിയാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതൽ. ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്ന ഒരു രാജമുടി. ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നതിനെ ഒരു ദുഷ്ടം പിടിച്ചുകൊണ്ട് പോകാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്നതിനെ ദുഷ്ടം തൊടുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതിനെ തൊട്ടാൽ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നതാണ് സഖരിയാവ് പറയും. നമ്മുടെ കൃഷ്ണമണിയെ തൊടാൻ നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊട്ടാൽ വിവരം അറിയും. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, ദൈവിക കൽപ്പനയിൽ നിൽക്കുന്ന ദൈവ പൈതൽ, ദൈവത്തിന്റെ ആമിനല്ലിലെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തിൽ ഇവിടെ കാണുന്ന യെരൂശലേമിൽ കെട്ടാൻ പോകുന്ന സഭ എങ്ങനെയുള്ള സഭയായിരിക്കണം? ഒന്നാമതായി ഞാൻ പറഞ്ഞത് പ്രകാശിക്കുന്ന സഭയായിരിക്കണം. രണ്ടാമതവിടെ പറയുന്നത് അത് മഹത്വമുള്ള സഭയായിരിക്കണം. മൂന്നാമതവിടെ പറയുന്നത് അത് മണവാട്ടിയായിരിക്കണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. നാലാമത് നമുക്ക് യെശയ്യാപ്രവചനം 62-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. 7-ാമത്തെ വാക്യം വായിക്കാം. യെരൂശലേമിനെ ദൈവം എന്തോ ആക്കാൻ പോവാണ്. എത്ര പേർക്ക് വളരെ സന്തോഷമാണ്. ദൈവം തമ്പുരാൻ കണ്ടുവച്ചിരിക്കുന്ന സഭ, ദൈവം കെട്ടാൻ പോകുന്ന സഭ, ദൈവങ്ങളുടെ ഹൃദയത്തിൽ ആശയായിരിക്കുന്ന വിഷയം ദൈവം ഒരു പ്രശംസയാക്കി മാറ്റും. എത്ര പേർ നമുക്ക് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ആഗ്രഹിച്ച് ഈ ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങിയിരിക്കുന്ന യെരൂശലേമിലെ സഭ ഈ രാജ്യത്തൊരു പ്രശംസയാക്കി ദൈവം മാറ്റും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആ സഭയിലേക്ക് പ്രവേശിക്കുന്നവർ ഓരോരുത്തരും എങ്ങനെയുള്ളവരായിരിക്കും? ഒരു പ്രശംസയായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് എന്ത് ചെയ്യണമെന്നാണ് അതിന്റെ 6-ാം വാക്യം വായിക്കുന്നത്. അതിന് ദൈവമക്കൾ സഭയിൽ എങ്ങനെ ഇരിക്കണമെന്നാണ് വായിക്കാം. ഞാൻ നിന്റെ മതിൽമേലെ ആരെ ആക്കുവാണ്? വാച്ച്മാൻ കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത വാക്യം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കണമെന്ന്. എത്ര പേര് പ്രാർത്ഥിക്കും? ഡേ ആൻഡ് നൈറ്റ് പ്രാർത്ഥന. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് വരുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരും ഒന്ന് എല്ലാം ഒഴുകി വെച്ച ദിവസങ്ങൾ വരണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ വിടുതലാണ്. യെരൂശലേമേ, നിന്നെ ദൈവം പ്രശംസയാക്കി മാറ്റണമെങ്കിൽ രാവും പകലും നീ മിണ്ടാതെ ഇരിക്കരുത്. അതിന്റെ ആത്മീയാർത്ഥം രാവും പകലും നീ പ്രാർത്ഥിക്കണം. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് പ്രാർത്ഥിക്കുന്ന സഭ. പ്രാർത്ഥിക്കുന്ന സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഉപവാസമുള്ള സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. കൂട്ടായ്മയുള്ള സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. പല സഭകളും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്റെ സഭയ്ക്ക് രാവും പകൽ പ്രാർത്ഥിപ്പാൻ മതിൽമേൽ ദൈവം ചിലരെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിന്നെ പ്രശംസയാക്കി മാറ്റുവോളം ദൈവം സ്വസ്ഥമായിരിക്കുകയില്ല. നിന്റെ വിഷയത്തിന് വേണ്ടി മറുപടി തരുന്നതുവരെയും ദൈവം സ്വസ്ഥമായിരിക്കുകയില്ല. യെരൂശലേമിനെ ദൈവം പ്രശംസയാക്കി മാറ്റും. കർത്താവ് കെട്ടുവാൻ പോകുന്ന സഭ, ദൈവം പണിതെടുക്കുവാൻ പോകുന്ന സഭ, അത് ദൈവം ഒരു പ്രശംസയാക്കി ദൈവം മാറ്റും. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന അനേക വിഷയങ്ങൾ പിന്നത്തേതിൽ ദൈവം ഒരു പ്രശംസയാക്കി മാറ്റും. കുറച്ച് വിശ്വാസമുള്ളവർ അല്പസമയം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ലക്ഷ്യം വെച്ച് യാചിച്ചുകൊണ്ടിരിക്കുന്ന യെരൂശലേമിന്റെ സഭ അത് കെട്ടിയെടുക്കുവാൻ ദൈവം ഞങ്ങളെ അതിനകത്തൊരു പ്രശംസയാക്കി, ഒരു മഹത്വകരമാക്കി, ഒരു പ്രകാശമാക്കി, അതിന്റെ ഒരു നടുതലയാക്കി, ഒരു രാജമുടിയാക്കി ദൈവം എന്നെ മാറ്റുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ അല്പസമയം ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാൻ. ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ
താഴെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യെരൂശലേമിൽ കെട്ടുന്ന സഭ എങ്ങനെയായിരിക്കണമെന്ന് അവിടെ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 10-ാമത്തെ വാക്യം കൂടെ വായിക്കുക. വഴിയൊരുക്കുവിൻ, ജനത്തിന് വഴിയൊരുക്കുവിൻ, നികത്തുവിൻ. അടുത്ത വാക്യം, പെരുവഴി നികത്തുവിൻ. ദൈവമക്കളോട് പറയാണ്, കല്ലുകളെല്ലാം പെറുക്കിക്കളയുവിൻ. അല്ലേ, ഈ പട്ടണത്തിൽ അനേക ജാതികൾക്ക് വേണ്ടി ഒരു കൊടി ഉയർത്തണം. യെരൂശലേമിൽ കെട്ടാൻ പോകുന്ന സഭ ദൈവത്തിന്റെ കൊടിയെ ഉയർത്തുന്നതായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ കൊടിയെ ഉയർത്തണം. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഉയർത്തിയാൽ അവിടെ എഴുതിയിരിക്കുന്നത്, കൂലി തന്റെ കയ്യിലും പ്രതിഫലം തന്റെ പക്കലുമുണ്ട്. ഇതാ കർത്താവ് ബലശാലിയായി വരുന്നു. ആമേൻ. ഹല്ലേലൂയ. കൂലി തന്റെ കയ്യിലുണ്ട്, പ്രതിഫലം തന്റെ പക്കലുണ്ട്. യെരൂശലേമിൽ കെട്ടാൻ പോകുന്ന സഭ ദൈവമക്കൾ കൊടി ഉയർത്തിക്കൊണ്ടിരിക്കണം. ഈ വിശുദ്ധ ആരാധന ദൈവത്തെ നമുക്കൊന്ന് ഉയർത്താം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസ്ഥലിൽ അടയ്ക്കാം. അല്പസമയം ഹല്ലേലൂയ. യെരൂശലേമിൽ പണിതെടുക്കാൻ പോകുന്ന സഭ ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. 1, സഭ പ്രകാശമായിരിക്കണം. 2, സഭ മഹത്വമായിരിക്കണം. 3 ഇവിടെ പറയുന്നത് സഭ ആമേൻ ദൈവസ്ഥലിന് മണവാട്ടിയായിരിക്കണം. 4, സഭ പ്രാർത്ഥിക്കുന്നതായിരിക്കണം. 5, സഭ കൊടി ഉയർത്തുന്നവരായിരിക്കണം. പുതുതായി നാം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷ്യമായിരിക്കുന്ന വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇത് അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ അത് കെട്ടിയെടുക്കത്തക്കവണ്ണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നുവെന്ന് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നേർപ്പിച്ചു കൊടുക്കുക. ഞാനൊരു മണവാട്ടിയായിരിക്കാൻ, ഞാനൊരു പ്രകാശമായിരിക്കാൻ, ഞാനൊരു മഹത്വമായിരിക്കാൻ, ഞാനൊരു പ്രശംസയായിരിക്കാൻ, കല്ല് പെറുക്കിക്കളയുവാൻ, വഴികളെ നികത്തുവാൻ, ജാതികൾക്ക് വേണ്ടി കൊടിയുയർത്തുവാൻ. പരിശുദ്ധാത്മാവേ, കൂലി തന്റെ കയ്യിലും പ്രതിഫലം തന്റെ പക്കലുമുള്ളതിനാൽ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. ഹല്ലേലൂയ. ആമേൻ. യെരൂശലേമിലെ സഭയെ ദൈവം പണിയാൻ പോകുകയാണ്. യെരൂശലേമിലെ സഭയെ ദൈവം കെട്ടുവാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ദൈവം നമുക്കത് ഒരുക്കി തരട്ടെ. ദൈവം അടങ്ങിയിരിക്കുകയില്ല. ഈ ദിവസങ്ങളിൽ 21 ദിവസത്തെ പ്രാർത്ഥനകൾ ദൈവം അടങ്ങിയിരിക്കുകയില്ല. ദൈവം മൗനമായിരിക്കുകയില്ല. ഇതാ എന്റെ ദൈവം വരുന്നു. ദൈവം അടങ്ങിയിരിക്കുകയില്ല. ഇനി നിന്നെ ഹെപ്സിബ എന്ന് വിളിക്കുകയില്ല. ഇനി നിന്നെ ചിത്ത എന്ന് വിളിക്കുകയില്ല. നിന്നെ വിഭാഗ അവസ്ഥയെന്ന് നിന്നെ വിളിക്കും. നിന്റെ ശൂന്യതകളെ ദൈവം മാറ്റുന്ന ദൈവമാണ്. നിന്റെ മക്കൾ അല്പസമയം ആത്മാവിൽ നമുക്ക് ബലമേറ്റെടുക്കാം. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. ദൈവത്തിന് നീ പ്രിയനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ആലയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് കെട്ടിയെടുക്കുവാൻ എന്നെ പ്രകാശമാക്കി മാറ്റണമേ, എന്നെ മഹത്വമാക്കി മാറ്റണമേ, എന്നെ ഒരു മണവാട്ടിയാക്കി മാറ്റണമേ കർത്താവേ, എന്നെ അതിനകത്തൊരു പ്രശംസയാക്കി മാറ്റണമേ. എത്ര പേർ ആത്മാർത്ഥമായ ദിവസം നമുക്ക് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. 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 ഒരു പ്രത്യാശയുടെ പാട്ട് 1-2 ചാൻസുകൾ നമുക്കൊന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. കാലമെല്ലാം കഴിയോ എന്നു കാൺമതെല്ലാം അഴിയോ. കാലമെല്ലാം കഴിയോ പിന്നെ പുതുയുഗം പിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ വിളങ്ങും. പിന്നെ പുതുയുഗം പിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ വിളങ്ങും. പ്രതിഫലം നേടുവാൻ യേശുരാജൻ കാണുകൾ നാം
പ്രത്യാശയും വിധേയം കർത്താവ് തട്ടി ഉണർത്തിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സ്ഥാപിക്കുവാൻ പോകുന്ന യെരൂശലേമിനെ കുറിച്ച് ഹല്ലേലൂയ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് പ്രകാശമാണ്. ദൈവത്തിന് സ്തോത്രം. അത് മഹത്വപൂർണമായിരിക്കണമെന്ന് ഹല്ലേലൂയ, അതൊരു പ്രശംസയായിരിക്കണമെന്ന് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുന്ന സഭ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു മഹത്വമായി തീരുവാൻ, ഒരു പ്രകാശമായി തീരുവാൻ, ഒരു പ്രശംസാ വിഷയമായി തീരുവാൻ ഹല്ലേലൂയ വിനയനമേ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാവിലെ കാലം തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, തിരുമേനി ആരാധിപ്പാൻ, തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് കൂട്ടി വരുത്തിയതിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ കർത്താവേ ഇരുത്തിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവേ, ശുശ്രൂഷിപ്പാൻ അവിടുന്ന് വലിയൊരു വൃദ്ധനെ ഇന്ന് പകൽക്കാലം അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. പിന്നെയും ഹല്ലേലൂയ അവിടുന്ന് ശക്തമായി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമാക്കി ഹല്ലേലൂയ ദാസനെ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വന്ന മക്കളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ദുഃഖത്തിലെ ഭാരത്തിലെ ഹല്ലേലൂയ ശാരീരികമായി ഹല്ലേലൂയ അനുഭവിക്കുന്ന ഹല്ലേലൂയ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ കുടുംബങ്ങളെയും കർത്താവേ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ പ്രത്യാശയുള്ളവരായിരിക്കാൻ കർത്താവേ, നിന്നിൽ ആശ്വാസം കണ്ടെത്തുവാൻ എല്ലാവർക്കും അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ബലഹീനരായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവരെ ബലപ്പെടുത്തിയാട്ട് കർത്താവേ. ശരീരത്തെ അസ്വസ്ഥത അനുഭവിക്കുന്ന രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ആശ്വാസവും വിടുതലും അവിടുന്ന് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രയാസമേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദാസിയുടെ കരുണ കാണിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വലിയ വിടുതൽ അയച്ചാട്ട് സഭയായി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ആവശ്യങ്ങൾ കർത്താവേ നിന്റെ ജനഭാഗം ഞങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ കർത്താവേ. ആത്മീയഭൗതികമായ വിഷയങ്ങൾ, ഭാവി വിഷയങ്ങൾ, തലമുറകളുടെ വിഷയങ്ങൾ കർത്താവേ, വീസയുടെ വിഷയങ്ങൾ, ജോലിയുടെ വിഷയങ്ങൾ ഹല്ലേലൂയ എല്ലാത്തിന്മേലും ഹല്ലേലൂയ അവിടുത്തെ കൃപ പകരണമേ. അത്ഭുത വഴികളെ തുറക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ ആവശ്യങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. നല്ലതായിട്ടുള്ളതൊന്നും ഞങ്ങൾക്ക് അവിടുത്തെ വിലക്കാത്ത ദൈവമാകയാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ആരാധന സ്ഥലത്തിന്റെ വിഷയം അവിടുത്തെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്ന കർത്താവേ. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ഇന്ന് രാവിലെ പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് ദയവുള്ള കരം കർത്താവേ അടിയങ്ങൾക്ക് അനുകൂലമായി എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാണ് സ്തോത്രം. ഞങ്ങൾ എത്രത്തോളം ബലപ്പെടുത്തിയതിനായി അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. ഇപ്പോൾ മടങ്ങി പോകുന്ന കർത്താവ് വഴി യാത്രയിൽ കൂടിയിരിക്കണമേ. ദൈവകൃപയിൽ പരിപാലിക്കണമേ. ശത്രുവായവന് ഒരു തിന്മയും ചെയ്യാതെ രക്തവെള്ളപ്പിലെല്ലാവരെയോട് മറച്ചാട്ട് മഹത്വം ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. സകല ബുദ്ധി കവിയുന്ന ദൈവത്തിന്റെ സമാധാനം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നാം എല്ലാവരോട് പ്രാർത്ഥന വിഷയങ്ങളോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ജയം നൽകിയ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ